അഞ്ച് മിനിറ്റ് പോരാ. സോറിടാ, അമ്പലടച്ചോ? ഇല്ല, പറഞ്ഞ സമയത്ത് വേണ്ടോ. വാ ചായ കുടിച്ചോ. എന്താ പേരം വൈകി ഇന്നലെ കിടക്കാൻ വൈകിടാ. ഇപ്പൊ രാവിലെ നീക്കാൻ വൈകി. നല്ലതാ, നടക്കുന്ന വേപ്പം വരടയ്ക്കും. ആ വാ അടയ്ക്കാറേ. ഒരു മിനിറ്റ്. എന്താ ഇവിടെ മഴ നടത്തി അറിയാം. അർജുനെ നിനക്കവിടെ വേണ്ടായിരുന്നില്ലേ? നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണ? കാര്യം പറയടാ. ഒന്നുമില്ല. അതായത് സംഭവം എന്താണെന്നറിയോ? ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി എനിക്ക്. എന്താ നിന്റെ ഉദ്ദേശം? ആ പെങ്കൊച്ചിനെ കണ്ടറിയാ നല്ല തറവാടിന് പറഞ്ഞോ? എടാ അതിന് എനിക്കെന്താടാ ഒരു കുറവ്? എനിക്ക് കുറവേ ഉള്ളൂ. എടാ നീ എന്നാ എന്റെ കണ്ണിലേക്ക് നിങ്ങൾ കണ്ടല്ലേ? ആരെങ്കിലും ഇങ്ങനെയൊക്കെ നോക്കൂടാ? അതും ഒരു പെൺകുട്ടി. ചേട്ടാ മണ്ട വേണം, അങ്ങനെ ഉദ്ദേശിച്ച് ഞാൻ നോക്കിയതല്ലെങ്കിലും. അടികിട്ടിന് വഴി അറിയില്ല കേട്ടോ. അടികിട്ടണി ഒറ്റയ്ക്ക് വാങ്ങില്ല, നീ വാങ്ങും. ശരി എന്നാ ഞാൻ ആട്ട് പോവാ. ഡ്രസ്സൊക്കെ അറിയായിരുന്നു നീ ഈ ഡയലോഗ് അടിക്കുന്നു. ഇത് പറഞ്ഞാൽ ഞാൻ കിടന്ന് മാറ്റി. ഇപ്പൊ എത്ര പ്ലാനിങ് ആയിരുന്നു അല്ലേ? എന്നാ നമ്പർ കണ്ടുപിടിക്കല്ലേ? അതിനെ കണ്ടുപിടിച്ചായിരുന്നു. ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. എടാ ஒரு முறை என்ன பார்த்து ഓരക്കണ്ണിൽ ചാറ്റിയാൻ തുടങ്ങിടാ. കണ്ടിട്ട്
உசுறு மொத்தம் ஒன்ன பேசும் வரசாத உசுரத்தான் உருக்காத மனசத்தான் அலசாத என் சட்ட கிழிஞ்சு வெளிய பறக்கும் இதயம் இருக்காத கனவெல்லாம் சிரிக்காத என விட்டு விலகாத தறி கெட்ட மனசு ஒன்ன தேடி அலையோ அடியே എനിക്ക് നിന്നെ വന്ന് അവിടെ വെച്ച് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ എന്താണെന്ന് ആലോചിച്ചിട്ട് നീ വല്ല പറഞ്ഞാൽ മതി. എടാ എനിക്ക് ആലോചിക്കാൻ മാത്രമൊന്നുമില്ല. അന്ന് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ஒட்டி இருந்த நிழல் ஒட்டாமவும் பின்னாலையும் முட்டை மொழி மறைச்சா 300 ஊசி உள்ள இறங்கும் கட்டு பிரியனுக்கும் காதல் ஒண்ணு வந்தா அடங்கும் என் குட்டி இதயத்துல நீ தோண்ட பாக்குற சொரங்கம் நீயும் என்ன நீங்கி போனா நீலவானம் கண்ணீர் சிந்தும் பேசாமத்தான் போகாதடி பாசாங்கு தான் பண்ணாதடி சத்தியம்மா ஓ நினப்பில் முச்சு முட்டி திக்குறேண்டி கோபம் ஏத்தி கொல்லாதடி கொத்தி கொத்தி தின்னாத ஒரசாத உசுரத்தான் உருக்காத மனசத்தான் அலசாத என் சட்ட கிழிஞ்சு வெளியே பறக்கும் இதயம் கனவெல்லாம் சிரிக்காத என விட்டு விலகாத தறி கெட்ட மனசு ஒன்ன தேடி அலையோ அடியே அடியே வரசார உசுரத்தான் உருக்காத மனசத்தான் அலசாத என் சட்ட கிழிஞ்சு வெளிய பறக்கும் இதயம் இருக்காத கனவெல்லாம் சிரிக்காத என விட்டு விலகாத தனி கெட்ட மனசு ஒன்ன தேடி அலையோ அடியே പോട്ടെ. നാളെ എപ്പോഴെത്തിയേ? ഞാൻ പത്തേ ഉള്ളൂ. അതാരാ? അത് ഫ്രണ്ട്. ഫ്രണ്ടോ? എന്താടി? ആ മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല, അതാണ് എൻ്റെ ഏട്ടൻ. ഏട്ടനോട് നീ ആരാ ചോദിച്ചു. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാൻ ഫ്രണ്ടാന്നാ പറഞ്ഞേ. ആ ഏട്ടന് ഡൗട്ടായി തോന്നുന്നുണ്ട്. ആ ശരി ശരി ശരി. എടി നിന്റെ വീട്ടിലെങ്ങനെ എല്ലാവരൊക്കെ സമ്മതിക്കും? എടാ എനിക്ക് അച്ഛനമ്മയെന്ന് പറയാൻ ഏട്ടൻ മാത്രമല്ല, കുഞ്ഞിലെ അച്ഛനമ്മയൊക്കെ മരിച്ചുപോയി. എടി അപ്പോൾ നിങ്ങളെങ്ങനെ വളർന്നേ? അത് ഞങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. എത്രത്തോളം ഏട്ടനാ കൂടുതൽ ചെയ്തേക്കുന്നത്. ഏട്ടനെ വളർത്താൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ നിന്നെ കാണുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ഞാനിപ്പോൾ ഒരു വാക്ക് തരാം. ഞാനിനി നിൻ്റെ കൂടുതലെടുത്തോളം കാലം നിന്റെ കണ്ണ് നിറയാൻ സമ്മതിക്കില്ല.
അതിപ്പോൾ പരിചയപ്പെടുത്താം ഞങ്ങൾ. അവൻ പാവേട്ടാ. എന്തായാലും കാണണം, സംസാരിക്കാൻ. എടാ ഏട്ടൻ വന്നിട്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞു. എന്തോ ഡൗട്ടായി തോന്നുന്നുണ്ട്. എടി ഏട്ടൻ കാണണോ? ആ എന്തായാലും കാണണ്ടല്ലേ? കാണാം. കാണാം. ഏട്ടൻ കാണണം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇതല്ലാതെ എന്തിനാണോ അങ്ങനെ ആയിരിക്കലോ. എന്തിനാണോ നീ അവിടെ വീട്ടിൽ പറഞ്ഞോ കാര്യങ്ങളൊക്കെ? ആടാ അപ്പോഴെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടേക്കാം. എന്നായ മതി. എന്ത് പിന്നെ നീ എനിമ കണ്ടോണ്ടിരുന്നോ? എടാ അതെ അതവളുടെ ഏട്ടനാണ്. നല്ലത്. നീയാണോ അർജുൻ? ചേട്ടാ നീ നിത്യ തമ്മിൽ എന്താ ബന്ധം? ചേട്ടാ ഞാൻ കാര്യം തുറന്നു പറയാം. എനിക്കവളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടത്തിലാണ്. ഇഷ്ടം? എന്തിഷ്ടം? എടാ ഈ പ്രായത്തിൽ എല്ലാവർക്കും തോന്നുന്ന ഒന്നാണ് ഈ പറഞ്ഞ ഇഷ്ടം. എനിക്കവളെ കണ്ട് പറ്റില്ല ചേട്ടാ. എടാ ഞാൻ ഈ പ്രായത്തിൽ കണ്ടെന്നെ വന്നത് എനിക്കറിയാം എത്രത്തോളം പോകുന്നു. അപ്പൊ ഞങ്ങളെ മുന്നിൽ ഒരു ബന്ധം വേണ്ടതാണോ? നിനക്ക് അങ്ങനെ തോന്നിയിട്ട് അങ്ങനെ തന്നെ. ഇനി നീ അവളെ കാണണ്ട. ഇത് നടക്കും അവൾക്കും നല്ലൊരു വേണ്ടിട്ടാ. അത് നടക്ക് മനസ്സിലാവും. എന്താ 2 ദിവസമായിട്ട് നല്ല വിഷമത്തിലാണ്. അവനെ കുറിച്ച് കൊടുത്തിട്ടാ അവനെ കുറിച്ച് കൊടുത്തിട്ടാണെങ്കിൽ അയക്ക് കുഴപ്പമൊന്നുമില്ല. ശരിക്കാണോ പറയണേ? നമുക്ക് നിങ്ങൾക്ക് തമ്മിൽ രണ്ടും ഇഷ്ടമാണെങ്കിൽ എനിക്കെന്താ പ്രശ്നം? ഇതിപ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നു വേണ്ട. നീ എന്തായാലും നാളെ അവനെ വിളിക്കും. എന്നിട്ട് നമുക്കത് വീട്ടിൽ സമ്മതിക്കണില്ല, നമുക്കത് നിർത്താം എന്ന ലെവലിൽ സംസാരിക്കും. എന്നിട്ട് അവനെന്താ പറയണത് നമുക്ക് നോക്കാം. അപ്പോൾ എന്നിട്ടും പറ്റില്ല എന്നാണെങ്കിൽ പിന്നെ ഞാൻ ആലോചിക്കാം. ആരോട്ട് പോയിട്ട് ഇപ്പോഴല്ല, പഠിത്തം കഴിഞ്ഞ് നമുക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് പിന്നെ നമുക്ക് അപ്പം ആലോചിക്കാം. ഇത് സന്തോഷമായോ? അതൊക്കെ പറഞ്ഞൊക്കെ ഓർമ്മയില്ലേ? നേരത്തെ പോയിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ടോ. എന്താ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അയ്യോ ഏട്ടാ ഏട്ടൻ ഭയങ്കര സീരിയസാണ്. അപ്പം എന്നോട് മുന്നത്തെ പോലെ സംസാരിക്കണത് ഒന്നും ചെയ്യണില്ല. നമ്മുടെ കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എന്താ പറയുക, ഒരു ഭയങ്കര അകൽച്ച വന്നുകൊണ്ട്. എനിക്കറിയില്ലേ, എന്നെ ഇത്ര നാൾ വളർത്തിയത് എൻ്റെ ഏട്ടനാണ്. ഏട്ടനെ വിഷമിച്ചുകൊണ്ട് എനിക്കൊരു കാര്യം പോലും ചെയ്യാൻ പറ്റില്ല. എങ്ങനെയപ്പം എന്നോട് പറയുക? എടി എനിക്കെന്താ പറയണ്ടതെന്ന് അറിയില്ല.
അർജുൻ കരയാണോ? അയ്യോ എനിക്കങ്ങനെ തോന്നുന്നുണ്ട് എനിക്കങ്ങനെ വിട്ടു പോകാൻ പറ്റുന്ന. അവിടെ വായ ഒരു രാത്രി കൂടി വിടവങ്ങളിൽ ഇനി ഞാൻ രണ്ടാളും ഞാൻ എന്തായാലും കുറ്റം പറയുന്നില്ല. കാര്യം ഈ പ്രായത്തിൽ നോക്കാൻ എല്ലാവർക്കും അങ്ങനെ ഒന്നും തന്നെ അത്. പക്ഷേ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട പ്രായമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങളെ കുറിച്ച് നിങ്ങളുടെ വീട്ടുകാർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി പിന്നെ നിങ്ങൾക്ക് ഈ റിലേഷനോട് മുന്നോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് വീട്ടുകാർ തമ്മിൽ ആലോചിക്കാം. ഇവിടെ ഇവിടെ വീട്ടിൽ ആയിക്കോളേ. നിങ്ങൾക്ക് ഒരുപാട് കറങ്ങാൻ നിൽക്കണ്ട, വേഗം എത്തിക്കോണം. നേരത്തെ പറഞ്ഞെങ്കിൽ നിന്റെ ഈ റിയാക്ഷൻ കിട്ടില്ലല്ലോ. അതെ നീയൊരു ബോധം പുകവൈ പൊഴിയും പ്രണയരാഗം പുഴയിൽ തേണ്ടത് തിരയിൽ നിന്നു വീങ്ങിഴിയിൽ മെല്ലെ തെങ്കശി മനസ്സിനു സഹചരു